സന്തോഷം. പിന്നെ ആദ്യമായിട്ടുള്ളൊരു നാഷണൽ അവാർഡ് കിട്ടുന്നത്, പിന്നെ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് വലിയ അംഗീകാരമാണ്. പിന്നെ ഇപ്പം ഇത്രയും വർഷവും സിനിമയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് ഞാൻ മറ്റ് പ്രൊഫഷനൊന്നും പോയിട്ടില്ല. എൻ്റെ പ്രൊഫഷനാണ്, എൻ്റെ എല്ലാം ഈ പറഞ്ഞ അഭിനയമാണ്. ഈ പറഞ്ഞ ഞാൻ കുട്ടിക്കാലം മുതൽ അഭിനയിക്കാൻ തുടങ്ങിയതാണ് നാടകത്തിൽ. അപ്പം നാടകത്തിൽ അഭിനയിച്ചു. അങ്ങനെ കോളേജ് കഴിഞ്ഞപ്പം മുതൽ ഇപ്പം പ്രൊഫഷണലായിട്ട് ആക്ടറായി നാടകത്തിൽ. പിന്നിപ്പം സിനിമയിൽ വന്നിട്ടിപ്പോൾ ഒരു 42 വർഷമായി സിനിമ മാത്രം. നാടകവും സിനിമയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 53-54 വർഷമായി പ്രൊഫഷനായിട്ട്. അതിനു മുമ്പ് അഭിനയിക്കുമായിരുന്നു. അതിനെല്ലാം കൂടെ കിട്ടിയൊരു അംഗീകാരം വലിയ സന്തോഷം. എവിടെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒന്നും ഒരിടത്തുമല്ല അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. പണ്ട് പണ്ട് സ്റ്റേറ്റ് അവാർഡൊക്കെ ചെല്ലിനെ വിളിച്ചു പറഞ്ഞു അവാർഡുണ്ടെന്നൊക്കെ, അന്നേരം ഒന്നും കിട്ടിയിട്ടില്ല. അതൊന്നും അങ്ങനെയൊക്കെ അങ്ങനെ പല സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അല്ല അപ്പം പിന്നെ നമുക്കൊരു തോന്നുമല്ലോ. ഇപ്പം 43 വർഷമായില്ലേ ഞാൻ സിനിമ കളിക്കുന്നത്. അപ്പോൾ അതൊരു കാര്യമില്ല. എന്നെ എപ്പോഴും നയിക്കുന്നത് പ്രേക്ഷകൻ്റെ ഇഷ്ടമാണ്. പ്രേക്ഷകൻ്റെ ഇഷ്ടം വെച്ചാൽ അവരുടെ ഇഷ്ടത്തിൻ്റെ പ്രതിഫലനമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ പുതിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും. അല്ലെ കുറച്ചും മടുത്തു പോകില്ലേ ഈ 43 വർഷം കണ്ടുകൊണ്ടിരിക്കുമോ ആരെങ്കിലും? അംഗീകാരങ്ങൾ എപ്പോഴും കിട്ടുന്ന അതാണ്, അതാത് സമയത്ത് കിട്ടുന്നോ ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇത് വൈകുന്ന എനിക്ക് വിശ്വാസമില്ല. അല്ല, ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് അഭിനയിക്കാൻ അവസരം ഉണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ ഡയറക്ടർ ഗണേഷ് രാജ്, അതിൻ്റെ സ്ക്രിപ്റ്റും ഗണേഷ് തന്നെയാണ്. പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വിനോദ് ഷൊർണൂർ, തോമസ് തിരുവല്ല, ഇവർ രണ്ടുപേരെ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത്. പിന്നെ ക്യാമറാമാൻ, ഇതിനൊക്കെ ഉപരിയായിട്ട് മേക്കപ്പ് മാൻ റോണക്സ് ആണ്. അദ്ദേഹം ഒരു 3-3.5 മണിക്കൂർ മിനിമം വേണം. ആദ്യമൊക്കെ 4 മണിക്കൂറായിരുന്നു. ഈ 4 മണിക്കൂർ ഞാനിങ്ങനെ ഇരുന്ന് കൊടുക്കും. ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച് ഓരോന്നിങ്ങനെ ഓരോ പീസായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത്, അങ്ങനെ എൻ്റെ കൂടെ എപ്പോഴും എന്നെ ഇങ്ങനെ, നമുക്ക് പല ഇറിറ്റേഷനൊക്കെ ഉണ്ടാകും, എന്നാലും നമ്മളൊത്തുന്ന ആ ഒരു ക്രൂ ഉണ്ടല്ലോ, അവർക്കും എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഈ അംഗീകാരം. എന്ത് സെലിബ്രേറ്റ് ഇപ്പൊ കണ്ടില്ല, മൊട്ടായി അത്രേ ഉള്ളൂ. കൂടുതലൊന്നും ഇല്ല. നാളെ ഷൂട്ടിംഗ് ഉണ്ട്, നാളെ പോവും. ഇങ്ങനെ ഒരുപാട് വിളിച്ച് പല എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ കോള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സന്തോഷം. ഇങ്ങനെ വലിയ കാര്യമല്ലേ. അല്ലല്ല, ഞാൻ 30-35 വർഷം മുമ്പല്ലേ ചേറാടിക്കറിയാന്ന് പറഞ്ഞു. അന്ന് ഇതിനേക്കാളും ചെറുപ്പമല്ലേ. അത്രയും വ്യത്യസ്തമായ കഥാപാത്രം ചെയ്തു. അതിനുശേഷം ദേശാടനം ചെയ്തു. പിന്നെ രഞ്ജിപ്പണിക്കരുടെ തന്നെ എത്രയോ വ്യത്യസ്തമായ, രഞ്ജിപ്പണിക്കർ ഷാജി കൈലാസിൻ്റെയും ജോഷിയുടെ ഒക്കെ പടങ്ങളിൽ ഞാൻ എത്ര വ്യത്യസ്തമായ കഥാപാത്രം ചെയ്തു. രൗദ്രത്തിൽ അപ്പിച്ചായി, പിന്നെ ജോഷിയുടെ പടം, അത് ഒരുപാട് പടങ്ങൾ ജോഷിയുടെ പടങ്ങൾ. ദേശാടനം പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ലോ അവാർഡൊന്നും. അതൊരു കമ്മിറ്റി, ഒരു 5-10 പേര് കൂടി കമ്മിറ്റി തീരുമാനിക്കുന്നതല്ലേ. നമ്മൾ ഏറ്റവും എന്നെ സന്തോഷിപ്പിക്കുന്നത് വെച്ചാൽ നമ്മൾ അഭിനയിച്ചൊരു പടം ഓടുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകൻ കാണുക എന്നുള്ളതാണ്. എന്നെ ഏറ്റവും നിരാശപ്പെടുത്തിയ സിനിമ ലീല എന്ന സിനിമയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളൊന്നാണ് ലീലയിലെ പിള്ളേച്ചൻ. കണ്ടോ? ഇല്ല, കാണില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥാപാത്രം. പക്ഷെ ആ സിനിമ ഓടിയില്ല. അപ്പോൾ അതൊരു വിഷമം തോന്നി. ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും എനിക്ക് തോന്നിയൊരു ദുഃഖം എന്നൊക്കെ പറഞ്ഞാൽ. ആ കഥാപാത്രം എനിക്ക് കൈവിട്ട് പോയില്ല, ചെയ്തു കഴിഞ്ഞല്ലോ. അപ്പോൾ അത് അംഗീകരിക്കപ്പെട്ടില്ല. അല്ല, അംഗീകാരം അവാർഡല്ല ഞാൻ പറഞ്ഞത്, പ്രേക്ഷകൻ കണ്ടില്ല. പ്രേക്ഷകൻ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അംഗീകാരം.